ഹലോ ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും ഇൻഫോമിററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 8ാം ക്ലാസ്സുകാരുടെ ഒരു ചാപ്റ്ററിൻ്റെ നോട്ട്സ് ആണ്. ഏതാണ് ചാപ്റ്റർ? ദി സ്കൂൾ ഫോർ സിമ്പത്തി എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഒട്ടും വൈകണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഹാവ് യു വിസിറ്റഡ് എനി അതർ സ്കൂൾ? വാട്ട് ഓൾ തിങ്സ് ഡിഡ് യു ഫൈൻഡ് അട്രാക്റ്റീവ് ഇൻ ദാറ്റ് സ്കൂൾ? അപ്പം നിങ്ങൾ വേറെ ഏതെങ്കിലും സ്കൂള് സന്ദർശിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്കൂളിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ പല രീതിയിലാണ് അല്ലേ. അപ്പം നമുക്ക് അതിനകത്ത് തന്നെ നമ്മളവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ ചിലർക്ക് ഇഷ്ടപ്പെടുന്നത് അതിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈബ്രറി ആയിരിക്കും, ചിലപ്പോൾ വിശാലമായ കമ്പ്യൂട്ടർ ലാബായിരിക്കും, ചിലർക്ക് ഇഷ്ടപ്പെടുക അതിൻ്റെ ഔട്ടർ ഗാർഡൻസ് ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ അടുക്കളത്തോട്ടമൊക്കെ ഉള്ള സ്കൂളായിരിക്കും, അതായിരിക്കും. ചിലർക്ക് ഗ്രൗണ്ട് ഇഷ്ടമായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയ എന്ത് കാര്യമാണുള്ളത്? വിശാലമായിട്ട് നമുക്ക് എഴുതാം, ചെറുതായിട്ട് നമുക്ക് എഴുതാം. തൽക്കാലം നമുക്ക് ടെക്സ്റ്റിലെ ആ പോർഷനിൽ ആ ഒരു ഭാഗത്ത് കൊള്ളുന്ന രീതിയിൽ ചെറിയ രീതിയിൽ എഴുതാം കേട്ടോ. അപ്പോൾ എന്തൊക്കെ എഴുതാം നമുക്ക്? Yes, I have visited a school near a village. The thing I found most attractive there was a beautiful garden in the entrance. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തായിരുന്നു? എൻട്രൻസിൽ ഒരു മനോഹരമായ ഒരു ഗാർഡൻ, പൂന്തോട്ടം ഉള്ളതായിരുന്നു. ക്ലാസ് റൂംസ് വെയർ അറേഞ്ച്ഡ് ആസ് ദ ബോഗീസ് ഓഫ് എ ട്രെയിൻ. എന്തുപോലെയാണ്? ലൈക്ക് ദ ബോഗീസ് ഓഫ് എ ട്രെയിൻ. ഒരു ട്രെയിനിൻ്റെ ബോഗി പോലെയാണ് അറേഞ്ച് ചെയ്തിരുന്നത്? ക്ലാസ് റൂംസ് അറേഞ്ച് ചെയ്തിരുന്നത്. ദർ വാസ് ഓൾസോ ബ്യൂട്ടിഫുൾ പ്ലേ ഗ്രൗണ്ട് ഇൻ ദ സ്കൂൾ. എന്തുണ്ടായിരുന്നു? സ്കൂളിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേ ഗ്രൗണ്ടും ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇതേ കണക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതിയാവും. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. വൈ ഡു യു തിങ്ക് ദ റൈറ്റർ വാണ്ടഡ് ടു വിസിറ്റ് മിസ് ബീംസ് സ്കൂൾ? എന്തുകൊണ്ടാണ് ആ റൈറ്റർക്ക് മിസ് ബീംസിൻ്റെ സ്കൂൾ സന്ദർശിക്കണം എന്ന് തോന്നിയത്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്തായിരിക്കാം അതിൻ്റെ കാരണം? He had heard a lot about Miss Beam's school, so he wanted to visit the school. എന്താണ്? മിസ് ബീംസിൻ്റെ സ്കൂളിനെ പറ്റി അദ്ദേഹം ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ, അതുകൊണ്ടാണ് അതൊന്ന് വിസിറ്റ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തോന്നിയത്. അടുത്ത ചോദ്യം, ഡു യു തിങ്ക് മിസ് ബീം സ്കൂൾ ഇസ് ഡിഫറെൻറ്റ് ഫ്രം അതർ സ്കൂൾസ്? ഹൗ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മിസ് ബീംസിൻ്റെ സ്കൂള് മറ്റു സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത്? Yes, the teaching method of that school is different from that of other schools. മറ്റ് സ്കൂളുകളിലെ ടീച്ചിങ് മെത്തേഡ് വെച്ച് നോക്കിയാൽ ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. They taught things which are simple and useful to peoples and giving them interesting tasks. അവരെന്ത് പഠിപ്പിക്കുന്നു? സിമ്പിളായിട്ടുള്ള എന്നാൽ പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നു. അതുപോലോടൊപ്പം തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാസ്കുകൾ അവർക്ക് നൽകുന്നു. There are practically no other lessons. പ്രാക്ടിക്കലായിട്ട് നോക്കിയാൽ മറ്റ് ലെസൺസ് ഒന്നും അവിടെ ഇല്ല. എന്നാൽ നൽകുന്ന ടാസ്കുകളൊക്കെ അവർക്ക് എന്താണ്? യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് തന്നെ ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അടുത്ത ചോദ്യം, ഈസ് ഹിയർ എനി ഹിന്റ് സജസ്റ്റിംഗ് ദാറ്റ് ഇറ്റ് ഈസ് എ റെസിഡൻഷ്യൽ സ്കൂൾ? ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദി സെൻറ്റൻസ്. അതൊരു റെസിഡൻഷ്യൽ സ്കൂളാണ്, താമസിച്ച് പഠിക്കുന്ന ഒരു സ്കൂളാണ് എന്ന് തോന്നുന്ന എന്തെങ്കിലും ഹിന്റ് അവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്ത് എന്താണ് അതെന്ന് നിങ്ങളൊന്ന് എഴുതുക. The words, the bandage is put on overnight, they wake up blind. രാത്രി മുഴുവൻ ഈ ബാൻഡേജ് ഇങ്ങനെ കണ്ണിൽ കെട്ടിയിട്ടിരിക്കും, ഉണരുന്നതും ബ്ലൈൻഡായിട്ടാണ് എന്ന് പറഞ്ഞില്ലേ? അത് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നുന്നു? സ്കൂൾ ഒരു റെസിഡൻഷ്യൽ സ്കൂളാണെന്ന് നമുക്ക് തോന്നും അല്ലേ? അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് സ്കൂളിലെ ഈ രീതികളൊക്കെ വീട്ടിലാണ് എങ്കിൽ അവർക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. വീട്ടിൽ പോയി ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെ കൃത്യമായിട്ട് അറിയാനൊക്കുന്ന കാര്യമാണോ? അല്ല. സ്കൂളിൽ തന്നെ അവരത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. അപ്പോൾ അതൊരു റെസിഡൻഷ്യൽ സ്കൂളാണ് എന്നതിന് ഒരു ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, വാട്ട് അക്കോർഡിംഗ് ടു മിസ് ബീം ഈസ് ദ റിയൽ എയിം ഓഫ് ദി സ്കൂൾ? അപ്പോൾ ഇങ്ങനെ ഒരു സ്കൂള് നടത്തണമെങ്കിൽ അതിന് എന്തോ ഒരു ലക്ഷ്യമുണ്ടല്ലേ? അപ്പം മിസ് ബീമിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യം എന്താണെന്നാണ് പറയുന്നത്? അക്കോർഡിംഗ് ടു മിസ് ബീം ദ റിയൽ എയിം ഓഫ് ദ സ്കൂൾ ഈസ് ടു ടീച്ച് ദം തോട്ട്ഫുൾനെസ്, ഹ്യൂമാനിറ്റി, കൈൻഡ്നെസ് ആൻഡ് സിറ്റിസൺഷിപ്പ്. എന്താണ്? ചിന്താശക്തി, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റി, മാനുഷിക പരിഗണനയൊക്കെ നമ്മൾ കൊടുക്കില്ലേ, മനുഷ്യത്വം, അതുപോലെ കൈൻഡ്നെസ്, ദയ, സിറ്റിസൺഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളാണ് എന്ത് പറയുന്നത് ഈ ഒരു സ്കൂൾ കൊണ്ട് അവർ ലക്ഷ്യമാക്കുന്നത് എന്ന് പറയുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. വാട്ട് സർപ്രൈസ്ഡ് ആൻഡ് പെയിൻഡ് ദ വിസിറ്റർ വെൻ ഹി ലുക്ക്ഡ് ഔട്ട് ഓഫ് ദി വിൻഡോ? എന്താണ് അദ്ദേഹത്തെ സർപ്രൈസ് ചെയ്തത് അല്ലെങ്കിൽ വേദനിപ്പിച്ചത്? എപ്പോഴാണ്? ആ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തെ പെയിൻ ചെയ്യിപ്പിച്ചു, വേദനിപ്പിച്ചു, അതുപോലെ സർപ്രൈസും ചെയ്യിപ്പിച്ച സംഭവം എന്തായിരുന്നു?
When he looked out of the window, he saw a happiness on the faces of the children. അദ്ദേഹം പുറത്തേക്ക് നോക്കിയപ്പോൾ കുട്ടികളുടെയൊക്കെ മുഖത്ത് എന്ത് കണ്ടു? ഒരു സന്തോഷം കണ്ടു. But the thing that surprised and pained him was, പക്ഷേ അയാളെ സന്തോഷിപ്പിച്ച, അതുപോലെ സർപ്രൈസ് ചെയ്യിപ്പിച്ച, അതുപോലെ തന്നെ വേദനിപ്പിച്ചതുമായ സംഭവം എന്തെന്ന് വെച്ചാൽ, ദ ചിൽഡ്രൻ വെയർ നോട്ട് ഹെൽത്തി ആൻഡ് ആക്റ്റീവ്. ആ കുട്ടികളൊന്നും ഹെൽത്തിയും ആയിരുന്നില്ല, ആക്റ്റീവും ആയിരുന്നില്ല. മുഖത്തെന്തുണ്ട്? പക്ഷേ സന്തോഷം ഉണ്ട്. അടുത്ത ചോദ്യം, വി മേക്ക് ദം ഷെയർ ഇൻ മിസ്ഫോർച്യൂൺ ടു. വാട്ട് ഡസ് മിസ് ബി മീൻ ബൈ ദസ്? നമ്മൾ അവരെ എന്ത് ചെയ്യാനും പഠിപ്പിക്കുന്നുണ്ട്? മിസ്ഫോർച്യൂണും ഷെയർ ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നു. എന്തായിരിക്കാം അദ്ദേഹം, അല്ലെങ്കിൽ ആ ഒരു ലേഡി, എപ്പോഴും അദ്ദേഹം എന്നേ വരുന്നുള്ളൂ, മിസ് ആണ് കേട്ടോ, ലേഡിയാണ്. അവരെന്തായിരിക്കാം അങ്ങനെ പറഞ്ഞത്? എന്തായിരിക്കും ഉദ്ദേശിച്ചത്? In order to understand the misfortune of someone, every child has to observe one blind day, one dumb day and one deaf day. അല്ലേ? മറ്റുള്ളവരുടെ മിസ്ഫോർച്യൂൺ, ഈ ഭാഗ്യദോഷം എന്താണ് ഇങ്ങനെയൊക്കെ വരുന്നത്? നല്ലതാണോ? നമ്മൾക്ക് ഒരു കുറവുണ്ടാകുമ്പോൾ അത് നമുക്ക് ഒരുപാട് രീതിയിൽ നമ്മളെ ബാധിക്കും അല്ലേ? അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് ജീവിതം കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി എല്ലാ കുട്ടികൾക്കും എന്തുണ്ട്? ഒരു ബ്ലൈൻഡ് ഡേ ഉണ്ട്, ഒരു ഡെഫ് ഡേ ഉണ്ട്, ഒരു ഡം ഡേ ഉണ്ട് അല്ലേ? അപ്പോൾ അതാണ് അവിടെ എന്ത് പറയുന്നത്? വി മേക്ക് ദം ഷെയർ ഇൻ മിസ്ഫോർച്യൂൺ ടു എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇനി എന്താണ് ചോദ്യം? ഇറ്റ് ഈസ് എഡ്യൂക്കേറ്റീവ് ടു ബോത്ത് ഓഫ് ദം. അപ്പം രണ്ടുപേർക്കും അത് എഡ്യൂക്കേറ്റീവ് ആണെന്ന് പറയുന്നു. രണ്ടുപേർ ആരൊക്കെയാ? എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് ഹെൽപ്സ് ദ ബ്ലൈൻഡ് ആൻഡ് ഹെൽപ്പേഴ്സ്. രണ്ടാമത്തെ ആളാരാ? അപ്പോൾ ഹെൽപ്പ് ചെയ്യുന്ന ആള്. ഒന്നാമത്തെ ആളാരാ? അത് അനുഭവിക്കുന്ന ആള്. ഇപ്പം ബ്ലൈൻഡ് ആയിട്ടുള്ള ആളും അയാളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരാളില്ലേ, അദ്ദേഹത്തിനും ഇതെന്തായിരിക്കും? ഒരുപോലെ എഡ്യൂക്കേറ്റീവ് ആണ് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം? നമ്മൾക്ക് കൃത്യമായിട്ട് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? ഒരാളെ നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഒരാൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണ്, അയാളെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടുള്ള മഹത്വം എന്താണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് രണ്ട് കൂട്ടർക്കും മനസ്സിലാവുന്നുണ്ടല്ലേ? അതാണ് ഇവിടെ ഉത്തരവായിട്ട് നമ്മൾ പറയേണ്ടുന്നത്. ഇറ്റ് ഈസ് വെരി മച്ച് ഹെൽപ്ഫുൾ ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലംസ് ഓഫ് അ ഡിസേബിൾഡ് ബൈ ബിഹേവിങ് ലൈക്ക് ദം. എന്താണ്? ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ നമുക്ക് അവരെപ്പോലെ നമ്മൾ ബിഹേവ് ചെയ്യുമ്പോൾ, അതുപോലെ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ ആൻഡ് ഈക്വലി ബെനിഫിഷ്യൽ ടു ദ ഹെൽപ്പേഴ്സ് ടു ലേൺ ദ ഡിഫിക്കൽട്ടീസ് ഫേസ്ഡ് ബൈ ദ ഡിസേബിൾഡ്. അതുപോലെ തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കും നേരിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്ന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർക്കും നേരിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എഡ്യൂക്കേറ്റീവ് ടു ബോത്ത് ഓഫ് ദം എന്ന് പറഞ്ഞത്. അടുത്ത ചോദ്യം, വാട്ട് മേക്സ് ദ ഡം ഡേ ദ മോസ്റ്റ് ഫ്രൈറ്റനിങ് ഫോർ ദി ചിൽഡ്രൻ? എന്താണ് ഡം ഡേ? മിണ്ടാൻ പറ്റാത്ത ദിവസം, അതാണ് ഏറ്റവും ഫ്രൈറ്റനിങ് ആണ് എന്ന് പറയുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. എന്താ കാര്യം? ഡം ഡേയുടെ പ്രത്യേകത എന്താണ്? ഡംബായിരിക്കണം എന്ന് പറയുന്നെങ്കിലും വായൊന്നും മൂടി കിട്ടുന്നില്ലല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ സ്വന്തമായിട്ട് മാനേജ് ചെയ്യണം സംസാരിക്കാതിരിക്കാൻ? അത് ഭയങ്കര ഡിഫിക്കൽട്ടാണല്ലേ? നമ്മൾ വാ കെട്ടാതിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു പോകും. അപ്പം നമ്മൾ ആക്ഷനിലൂടെ പറയാനായിട്ട് ശ്രദ്ധിക്കണം, മിണ്ടാൻ പാടില്ല. അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? On the blind day, the child should use his or her willpower to not speak as his mouth is not bandaged. വാ മൂടി കെട്ടിയിട്ടില്ലാത്തത് കൊണ്ട് അവരുടെ വിൽ പവർ ഉപയോഗിച്ച് വേണം അവർ എന്ത് ശ്രദ്ധിക്കാൻ? സംസാരിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാൻ. അതാണ് അവിടുത്തെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമല്ലേ? സംസാരിക്കാതിരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അടുത്തത്, ഇഫ് യു വെയർ ടു ഒബ്സർവ് എ ഡേ ഇൻ ദിസ് വേ, വിച്ച് ഡേ ഡു യു തിങ്ക് വുഡ് ബി ദ മോസ്റ്റ് ഡിഫിക്കൽട്ട്? വൈ? അപ്പം നിങ്ങളോട് പറയുകയാണ്, ഇങ്ങനത്തെ ഡേയ്സ് നിങ്ങളും അങ്ങോട്ട് ഒന്ന് മുൻപോട്ട് കൊണ്ടുപോയി നോക്കിയേ, നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കിയേ. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഡിഫിക്കൽട്ട് ഏത് ദിവസമായിരിക്കും? കണ്ണ് കാണാൻ വയ്യാതിരിക്കുന്നതാണോ? നടക്കാൻ വയ്യാതാണോ? മിണ്ടാത്തതാണോ? ചെവി കേൾക്കാൻ വയ്യാതിരിക്കുന്നതാണോ? ഇതിലേത് ദിവസമായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളത് എന്ന് പറയണം. ഐ തിങ്ക് ഇറ്റ് ഈസ് ദ ബ്ലൈൻഡ് ഡേ. അപ്പം ഞാൻ പറയുന്നത് ബ്ലൈൻഡ് ഡേ ആണ്. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് എഴുതാം കേട്ടോ. ഐ കൺ ഈവൻ ഇമാജിൻ എ ഡേ വിത്തൗട്ട് എനി സൈറ്റ്സ്. ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ടു മീ. എനിക്ക് തോന്നുന്നത് ഏത് ദിവസമാണെന്നാ? ബ്ലൈൻഡ് ഡേ ആണെന്നാണ്. കാരണം എന്താണ്? ഒരു സൈറ്റും ഇല്ലാതെ, ഒരു കാഴ്ചയും ഇല്ലാതെ ഇരിക്കുന്ന ഒരു ദിവസത്തെ പറ്റി എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും സാധിക്കില്ല. ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ടു മീ. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ വേറെയാണ് നിങ്ങളുടെ ഉത്തരവെങ്കിൽ അത് എഴുതാം കേട്ടോ. അടുത്ത ചോദ്യം, ഐ ഷോൾ ബി സോ ഗ്ലാഡ് വെൻ ടുഡേ ഈസ് ഓവർ, വൈ ഡസ് ദ ഗേൾ ഫീൽ സോ? എന്താണ്? ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ ഞാൻ സന്തോഷവതിയാകും എന്നൊരു പെൺകുട്ടി പറയുന്നു. എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് അങ്ങനെ പറയാൻ പറ്റിയത്? എന്താണ് കാരണം? ബിക്കോസ് ഇറ്റ് വാസ് ബ്ലൈൻഡ് ഡേ ഫോർ ഹെർ.
അവൾക്ക് ഇന്നത്തെ ദിവസം എന്തായിരുന്നു? ബ്ലൈൻഡ് ഡേ ആയിരുന്നു. ഷീ തോട്ട് ദാറ്റ് അതർ ഡേയ്സ് വെയർ നോട്ട് എസ് ടെറിഫിക് എസ് ദ ബ്ലൈൻഡ് ഡേ. മറ്റു ദിവസങ്ങളൊന്നും ഇതിൻ്റെ പകുതി പോലും ഇല്ലായിരുന്നു എന്നാണ് ശരിക്കും പറഞ്ഞത് അല്ലേ. അത്രയും ഒന്നും ഒറ്റ ദിവസവും അത്രയും ഒന്നും എന്തുണ്ടായിരുന്നില്ല, ബുദ്ധിമുട്ട് കുട്ടി അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടെറിഫിക് ആയിട്ടുള്ള ഡേ ഏതായിരുന്നു? ബ്ലൈൻഡ് ഡേ ആയിരുന്നു. Why does the girl think that having an arm tied up is a little more troublesome? ഒരു പെൺകുട്ടി എന്ത് പറയുന്നുണ്ട്? കൈ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നുണ്ട്. എന്താ കാര്യം? കൈ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഇച്ചിരി വെള്ളം വേണമെങ്കിൽ അല്ലെ എന്തെങ്കിലും ഒരു ആവശ്യം വേണമെങ്കിൽ പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും അല്ലേ. അതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ പറയുന്നത്. അപ്പോൾ എന്താ ആൻസർ? At that time we are not able to do anything without the help of others. മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഒരു കാര്യവും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ വേണമെങ്കിൽ ഒരു കപ്പ് ഓഫ് വാട്ടർ വേണമെങ്കിലോ ഫുഡ് വേണമെങ്കിലോ ഒക്കെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും എന്നുള്ള സെൻറ്റൻസ് ഒക്കെ നമുക്ക് എൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പം ആക്ച്വലി ഇതിനകത്തുള്ള കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. അതാണ് ആ സെൻറ്റൻസിൽ നൽകിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ക്ലൂസ് ഹെൽപ്പ് ദ ലിറ്റിൽ ഗേൾ ഐഡൻറ്റിഫൈ മില്ലി? അവിടെ ഒരു ലിറ്റിൽ ഗേൾ ഉണ്ടായിരുന്നല്ലേ, ആ കുട്ടിക്ക് മില്ലിയെ മനസ്സിലാവാൻ എന്തൊക്കെ ക്ലൂ ആയിരുന്നു? റൈറ്റർ കുറേ ക്ലൂ ഒക്കെ കൊടുക്കുന്നില്ലേ? അത് കേട്ടപ്പോഴല്ലേ അത് മില്ലിയാണ് എന്ന് ആ കുട്ടിക്ക് മനസ്സിലായത്. അപ്പോൾ എന്തൊക്കെ ക്ലൂ വെച്ചിട്ടാണ് മനസ്സിലായത്? The visitor told her that the girl was wearing a blue skirt and a pink blouse. ആ കുട്ടി ധരിച്ചിരുന്നത് ഒരു ബ്ലൂ സ്കേർട്ടും പിങ്ക് ബ്ലൗസുമാണെന്ന് വിസിറ്റർ പറഞ്ഞു. അതുപോലെ തന്നെ എന്തും പറഞ്ഞു? ഹർ ഹെയർ വാസ് വെരി ലൈറ്റ് ആയിട്ടുള്ള ഹെയർ ആണെന്നും പറഞ്ഞു. ദീസ് ക്ലൂസ് ഹെൽപ്പ് ഹർ ടു ഐഡൻറ്റിഫൈ മില്ലി. ഈ ക്ലൂസ് ആണ് അവളെ എന്ത് ചെയ്യാൻ പറ്റിയത്? മില്ലിയെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതുകൊണ്ടാണ് അവൾക്കത് സാധിച്ചത് അല്ലേ. അടുത്ത ചോദ്യം നോക്കിയേ, ഹു ആർ പീറ്റർ ആൻഡ് ബെറിൽ ഇൻ ദ ലെസൺ? ഇതിനകത്ത് രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ പേരും കൂടി പറയുന്നുണ്ട്. ആരൊക്കെയാണ്? പീറ്ററും ബെറിലും. അപ്പം ഇത് രണ്ടും ആരൊക്കെയാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആരൊക്കെയാണ്? പീറ്റർ ഈസ് ദ ഗാർഡനർ ആൻഡ് ബെറിൽ ഈസ് എ സ്റ്റുഡൻറ്റ്. പീറ്റർ ഒരു ഗാർഡനർ ആണ്, ബെറിൽ അവിടുത്തെ ഒരു സ്റ്റുഡൻറ്റ് ആണ്. അത്രയേ ഉള്ളൂ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇവി ലൂക്കാസ് ലീവ്സ് മിസ് ബീം സ്കൂൾ എ വൈസർ മാൻ. ഡു യു അഗ്രി? സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ വിത്ത് എക്സാമ്പിൾസ് ഫ്രം ദ സ്റ്റോറി. ഇനി ഇവിടെ നിന്ന് ഇവി ലൂക്കസ് നമ്മുടെ റൈറ്റർ തിരിച്ചു പോകുന്നുണ്ടല്ലേ, ഒരു വൈസർ മാനായിട്ടാണ് തിരിച്ചു പോകുന്നത്. നിങ്ങൾക്ക് എഗ്രി ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ രീതിയിലാണ് എന്ന് നിങ്ങൾ ആ സ്റ്റോറിയിൽ നിന്നുള്ള കുറച്ച് എക്സാമ്പിൾസ് എടുത്ത് അത് അങ്ങനെ ആയത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ടെക്സ്റ്റിലെ വരികൾ? യെസ്, ഇവി ലൂക്കസ് ലീവ്സ് മിസ് ബീം സ്കൂൾ എ വൈസർ മാൻ അല്ലേ. അവിടെ നിന്നൊരു വൈസർ മാനായിട്ടാണ് പോകുന്നത്. വെൻ മിസ് ബീം കെയിം ടു റിലീസ് ഹിം ഹി വാസ് സോറി ടു ഗോ. മിസ് ബീം വന്ന് അദ്ദേഹത്തെ യാത്ര അയക്കുന്നില്ലേ, അപ്പോൾ അദ്ദേഹത്തിന് പോകാൻ തന്നെ വിഷമമായിരുന്നു അല്ലേ. ഹി വോക്ക്ഡ് ബാക്ക് മർമറിംഗ് ദ ലൈൻസ് വിച്ച് ഷോഡ് കൈൻഡ്നെസ് ആൻഡ് കമ്പാഷൻ ടു ദ ഫെലോ ബീയിങ്സ്. മറ്റുള്ള നമ്മുടെ കൂടെ ഉള്ള എന്താണ് പറയുന്നത്, നമ്മളോടൊപ്പം ജീവിക്കുന്ന മറ്റ് മനുഷ്യന്മാരോട് അവരോട് എന്ത് തോന്നിയിട്ടുണ്ടായിരുന്നു? ഫെലോ ബീയിങ്സിനോട് കമ്പാഷനും കൈൻഡ്നെസ്സും ഒക്കെ തോന്നുന്ന ലൈൻസ് പാടിക്കൊണ്ടാണ് അദ്ദേഹം പോയത് അല്ലേ. എന്താണ്? സഹജീവികൾ എന്ന് പറയുന്നത് പോലെ നമ്മളോടൊപ്പം ജീവിക്കുന്ന മനുഷ്യന്മാർ, അവരോടൊക്കെ കമ്പാഷനും ലവും തോന്നിയിട്ടാണ് അദ്ദേഹം പോയത്. അപ്പോൾ ആ ലൈൻസൊക്കെ ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയുമായപ്പോൾ ഇതിലെ ചോദ്യോത്തരങ്ങൾ കഴിഞ്ഞു. 15 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല മിടുക്കരായിട്ട് പഠിക്കണേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പഠിക്കൂ. ഓൾ ദ ബെസ്റ്റ്.